മീൻ വേണ്ട അലി. ഓ ഇപ്പൊ ചാടിപ്പോയനെ. മീൻ വേണ്ട. മീനില്ല ചേച്ചി. ഞാൻ കനകസാറിനെ കണ്ടൊരു കാര്യം പറയാനായിട്ട് വന്നതാ. കേട്ടില്ലല്ലോ. നമ്മുടെ അമ്മായിപ്പനെ കൊണ്ട് വലിയ ശല്യമായിരിക്കുക. അയ്യോ അത് കഴിഞ്ഞില്ല ഇതുവരെ സ്റ്റേഷനിലൊക്കെ എന്ന് പറഞ്ഞത്. എവിടെ കഴിയാണ്ട് 1.5 ആഴ്ചക്ക് മുമ്പ് ഞാൻ കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതാ. ഇപ്പൊ അത് എന്നെക്കാൾ വലിയ കോടാലിയായിട്ടിരിക്കുക. അയ്യോ ഏട്ടാ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോയിരിക്കുക, വൈകും. 1.5 ആഴ്ചയായി ചേച്ചി കച്ചവടത്തിന് ഇറങ്ങിയിട്ട്. അത് നന്നായി അലി. അലി കച്ചവടം ചെയ്യാതിരിക്കാൻ നല്ലത്. അലി എവിടെ പോയാലും എപ്പ വന്നാലും ഈ ചീഞ്ഞ മീനും കൊണ്ടേ വരുള്ളൂ. മിനിഞ്ഞാന്ന് ക്ലീറ്റോ കൊണ്ടുവന്ന മീനൊന്ന് കാണണമായിരുന്നു. നല്ല പച്ച പെടക്കണായില്ല, വായിൽ വെച്ചിട്ടില്ല. അതിന്റെ സ്വാദ് ഇപ്പോഴും വായിന്ന് ഞാനാ ക്ലീറ്റോ ചേട്ടൻ മീൻ കൊടുത്തു വിട്ടത്. ഞാനല്ലേ മീൻ കൊടുത്തു വിട്ടത്. ക്ലീറ്റോ ചേട്ടൻ വരുന്ന ജംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ മീൻ പൈസ കൈ കാശില്ലെന്ന് പറയുമ്പോൾ ഞാൻ നിർബന്ധിച്ച മീൻ കൊടുത്തു വിട്ടത്. എനിക്ക് തോന്നി അലിയുടെ മീനിന്റെ പോലെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഞാനാ മീൻ കൊടുത്തു വിട്ടത്. ഏട്ടൻ വരുമ്പോ പറയാം, വൈകും. ഏട്ടനാ ഒന്ന് ഈ കാര്യം ഒന്ന് ഊർജ്ജത്തോടൊന്ന് പറയണേ ചേച്ചി. ഇത് ശരിയാന്ന് കേട്ടെ. ചമ്മിയല്ലേ ചമ്മി. നല്ല ചമ്മലുണ്ടായിരുന്നു. പാവാ ചെറുക്കനായിട്ടൊന്നും പൈസ പോലും കൊടുത്തിട്ടില്ല. കിലോ 200 രൂപ പറഞ്ഞില്ല. ഇങ്ങോട്ട് വരട്ടെ കള്ളൻ. പറഞ്ഞോ സുൽ ചേച്ചി. അയ്യോ വേണ്ട വേണ്ട. ഓ ചേച്ചി മാർക്കറ്റിൽ പോയതായിരുന്നാ? വേണ്ട ചേച്ചി വേണ്ട. അയില അയ്യോ തീരെ വേണ്ട. അയില മിനിഞ്ഞാന്ന് ക്ലീറ്റോ മേടിച്ചിട്ട് വന്ന്. ശരി ശരി. ശരി ചേച്ചി. ഓ കീറ്റോ അയില മേടിച്ചിട്ട് വന്ന ചരിത്രം പറയാതിരിക്കുക നല്ലത്. കീറ്റോന്റെ അയില. അതെ എന്ത് കഥ? നിർത്താവോ? ഇല്ല നിർത്തൂല. രാത്രി തുടങ്ങിയതാണ്. ഇന്നലെ ഒരു പോള മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയില്ലെങ്കിലേ നല്ല കണക്കായി പോയി. പിന്നെ എന്തോന്ന് ഇത്? അല്ല നിങ്ങൾ എന്ത് മര്യാദ കേട്ടോ? നിങ്ങൾ എന്നോട് പറയണ്ടേ? അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ആരുടെങ്കിലും പറഞ്ഞാ ഞാനിത് കാശ് കൊടുത്ത് മേടിച്ചാണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലേ? പറഞ്ഞടി. ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കിലോയ്ക്ക് 200 രൂപ. പൈസ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അലി പൈസ നോക്കാതെ എനിക്കത് തന്നു. അലിക്ക് ഞാൻ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞില്ലല്ലോ. പൈസ കൊടുക്കും ഞാൻ. എനിക്ക് ഇച്ചിരി പൈസ വരാണ്ട് അലി, ഞാൻ വന്നിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ക്ലീറ്റോ അത് വീട്ടിൽ വന്ന് പറയണ്ടേ? അലി തന്നതാണ് പൈസ, ഞാൻ തൽക്കാലം കൊടുത്തില്ല, പിന്നെ കൊടുക്കാനായിരുന്നു. എന്തിന് അതൊക്കെ ഇവിടെ വിളിച്ച് പോകണത് വെച്ച് ഇത് ആൾക്കാരെ അറിയിക്കണതിന്? അതൊക്കെ നിന്റെ ആങ്ങളേരെ പരിപാടി. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അത് വിളിച്ച് 10 ആളുടെ അടുത്ത് പറയുക. ഇല്ല അത് പോട്ടെ. അലി ഇവിടെ വന്ന് എന്താണ് പറഞ്ഞത് എനിക്കിപ്പോ അറിയണല്ലോ. അലീനോട് നിങ്ങൾ ഇതെന്നോട് പറയായിരുന്നെങ്കിൽ ആ ചെറുക്കൻ വരുമ്പോ ആ ചെറുക്കൻ വരെ ഞാൻ പറഞ്ഞില്ലേ അലിക്ക് ഞാൻ പൈസ കൊടുക്കും. അത് ഇപ്പൊ അല്ല എപ്പോഴായാലും ഞാൻ കൊടുക്കും. അതെന്തിനാ അവൻ ഇവിടെ വന്ന് പിന്നെ അതിന്റെ കാര്യം അങ്ങനെ പറഞ്ഞല്ല. ഞാൻ നാണങ്ങളൊന്നുമില്ല. വിവരമില്ലാത്ത നീയൊക്കെ അത് പറഞ്ഞ ആ ശകലം ബോധമുള്ള അവനെങ്കിലും അത് വന്ന് അത് അവൻ ഇവിടെ വന്ന് ചോദിക്കണത് കാര്യമുണ്ട്. കേട്ടാ പിന്നെ